കൊണ്ടുവന്ന ഒരു ഉണ്ണിയപ്പം പോലും കഴിക്കാതെ അവൻ പോയത് കണ്ടില്ലേ? എന്തൊരു കഷ്ടായി പോയി. അല്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതാ നിന്നോട് വരാത്തയാണ്. അല്ല കൊച്ചേ, അവിടെ നിക്കോ. നിന്നോട് നിക്കാൻ പറഞ്ഞേ. എന്തിനാ കിടന്നിങ്ങനെ അലക്കുന്നേ? ഹലോ ഹലോ, വിളിച്ചത് കേട്ടില്ലേ? നിങ്ങളെയാ വിളിക്കുന്നത്. നിന്നെ തന്നെയാ വിളിച്ചേ. ആരാ? സുഖം തന്നെയല്ലേ മോളെ? നിങ്ങളൊക്കെ ആരാ? അയ്യോ, ഇതെന്താ ഞങ്ങളെ ഓർമ്മയില്ലേ? കൊള്ളാം, ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ വന്നല്ലേ. ബോധിധർമ്മന്റെ സ്വന്തക്കാരാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ? അത് ഞാനല്ല. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറയുന്നേ? ഈ കൊച്ചിനെ കണ്ടതായിട്ട് ഓർമ്മയില്ലേ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്ന് രക്തമൊക്കെ എടുത്ത് പരിശോധിച്ചില്ലേ? നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അന്ന് ചോദിച്ചില്ലേ? അല്ല, അതൊരു തടിച്ച പെൺകുട്ടിയല്ലായിരുന്നോ? ഒന്ന് ചുമ്മാ ഇരി മനുഷ്യ. മോളെ, ഞങ്ങളുടെ വീട്ടിൽ വന്ന അരവിന്ദനെ കുറിച്ച് നീ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അരവിന്ദ് ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ആള് മാറിപ്പോയതാ നിങ്ങൾക്ക്. സോറി, എന്നാ ഞാൻ പോട്ടെ. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ? ഞാനും ഈ പെണ്ണിനെ എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. നാളെ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുമ്പോ ഇത് കണ്ടിട്ട് അവൾ എന്നെ സ്നേഹിക്കണം. ഐ ലവ് യു. ഇത് ഞാനുണ്ടാക്കിയതാ. നേരാണോ പറഞ്ഞത്? ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അതില് എന്താ എഴുതിയിരിക്കുന്നെന്ന് വായിച്ചു നോക്ക്. എന്റെ ഫ്രണ്ട് മാലതിക്ക് ഡോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. അവൾക്കും ചേർത്ത് ഒരെണ്ണം ഉണ്ടാക്കായിരുന്നില്ലേ? ഇത് കണ്ട് അവള് തട്ടിപ്പറിക്കും. നെക്സ്റ്റ് ടൈം അവൾക്ക് ഒരെണ്ണം ഉണ്ടാക്കണേ, ഓക്കെ? ബട്ട് താങ്ക് യു സോ മച്ച്, ഇറ്റ്സ് ലവ്ലി. താങ്ക് യു. ശരി, ഞാൻ പുറത്തേക്ക് പോവാ. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ടോ? കം. One minute. എടാ അരവിന്ദേ, നീ ഗിഫ്റ്റ് കൊടുത്തോടാ? കൊടുത്തു. അടിപൊളി അടിപൊളി. എടാ അരവിന്ദ് ഗിഫ്റ്റ് കൊടുത്തടാ. എന്ത് പറഞ്ഞടാ? ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. അഭിനന്ദനങ്ങൾ മോനെ. അതല്ലടാ, ഐ ലവ് യു ടൂല് ഒരു ഫീലിംഗും ഇല്ലടാ. ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതിലൊരു സുഖം വേണ്ടേ? ഇപ്പൊ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ഐ ലവ് യു എന്നല്ലേ പറയുന്നേ. അച്ഛൻ മോനോട് ഐ ലവ് യു എന്ന് പറയുന്നു, അമ്മയാണെങ്കിൽ മോളോട് ഐ ലവ് യു എന്ന് പറയുന്നു. ടാറ്റാ ബൈ ബൈ എന്ന് പറയുന്ന പോലെ ആയില്ലേ? സിറ്റുവേഷൻ വേറെ പോലെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ATM ഉള്ളിലാ. അവൻ പുറത്ത് നിൽക്കുന്ന. ഇന്ന് എനിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് തന്നു. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഊരിപ്പോന്നു. എന്താ ചെയ്യുന്ന ഇപ്പോ? സൂക്ഷിക്കണം കേട്ടോടി. നയത്തിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നീ ഒരു കാര്യം ഓർക്കണം, നമുക്കവനെ ആവശ്യമുണ്ട്, അത് മറക്കണ്ട. എന്നാൽ ഓവറായിട്ട് അവള് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, കോൾ യു ലേറ്റർ. അവള് വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. നമുക്ക് പോയാലോ? അരവിന്ദ്, ഒരു 2 മിനിറ്റ് ഇവിടെ നിൽക്കുക. ഞാൻ ഇപ്പൊ വരാം. ശരി. അങ്കിൾ. ആരാ ഇത്? ശുഭയോ? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് ഇതിന്റെ അകത്ത്. ഇയാളുടെ റിസർച്ച് ഒക്കെ എവിടെ വരെ ആയി? 4 months മുമ്പ് തന്നെ കഴിഞ്ഞായിരുന്നു. ഇപ്പൊ ചൈനയിലോട്ടും US-ലേക്കും തീസസ് അയച്ചിട്ടുണ്ട്. ഇവിടെയും ഞാൻ പെർമിഷൻ വേണ്ടിട്ട് അപ്ലൈ ചെയ്തിരിക്കുക. അങ്കിൾ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലേ? അതൊന്നും സാരമില്ലെന്നേ, നിനക്കെങ്കിലും പ്രയോജനമാകുമല്ലോ. ഇൻസ്പെക്ഷൻ നാളെയാണ്. അതിനു മുമ്പ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അയാളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഹായ്.
നാളെ രാവിലെ 10 മണിക്കൊന്ന് ഫ്രീ ആവാമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ അതിനെന്താ ആയിക്കോട്ടെ. എനിക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാവും സംസാരിക്കുക. ഓക്കെ, ബൈ. ചിറ്റപ്പനോ? ഡാ ഏതാടാ പെണ്ണ്? കണ്ടു അല്ലേ, നമ്മുടെ ആളാ. ഞാൻ വിളിക്കാം. നിർത്തറ. അവളെ എത്ര നാളായിട്ട് അറിയാം നിനക്ക്? ഒരു 2.5 മാസമായിട്ട് അറിയാം. 2.5 മാസോ? അവൾ 1.5 വർഷമായിട്ട് നിന്നെ തേടിക്കൊണ്ടിരിക്കുക. ഛേ, എന്താ ഈ പറയുന്നേ? പരീക്ഷണത്തിനായി ഒരു കുരങ്ങിന് വേണമെന്ന് പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അവൾക്ക് പരീക്ഷണത്തിന് കുരങ്ങിനല്ല ആവശ്യം, നിന്നെയാണ് ആവശ്യം. 1.5 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് ബോധിധർമ്മന്റെ തലമുറക്കാർ അന്വേഷിച്ച് നമ്മുടെ വംശത്തിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് എടുത്തതാ. ബോധിധർമ്മന്റെ ചിത്രവും നിന്റെ ഫോട്ടോയും ചേർത്ത് പിടിച്ച് നിന്റെ പേരെന്താണ്, നീ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചതാ. അതിനുശേഷം ഞാൻ അവളെ ഇവിടെ വെച്ചാണ് കാണുന്നത്. അവളൊന്നും അറിയാത്ത പോലെ അഭിനയിച്ച് നിന്നെ അറിയില്ലെന്ന് അവള് പറഞ്ഞേ. നിന്റെ ചിറ്റ എന്നോട് അപ്പോഴേ പറഞ്ഞതാ. ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പൊ നോക്കുമ്പോ നിന്നെ ഇറക്കി വിട്ട് കൈയും കാണിച്ചു പോകുന്നു. അരവിന്ദ്, ഞാൻ ഇപ്പോഴല്ലേ ഡ്രോപ്പ് ചെയ്ത്. എന്താ ഇവിടെ? ആരാ നീ? 1.5 വർഷമായിട്ട് നീ എന്നെ ഫോളോ ചെയ്യാണല്ലേ? പറയാൻ. അരവിന്ദ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? പറയാൻ. അരവിന്ദ്, ഞാൻ പറയുന്നതൊന്ന്. എല്ലാം പ്ലാൻ. എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ? അരവിന്ദ്, നാളെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതിനെക്കുറിച്ചായിരുന്നു. ഞാനൊരു ഗവേഷണം ചെയ്യുന്നുണ്ട്. ഒരു മണ്ടനെ പോലെ ഞാൻ എല്ലാം വിശ്വസിച്ചു. ഇവളെന്തിനാ നിന്റെ പുറകെ വരുന്നെന്ന് എല്ലാരും ചോദിച്ചതാ. ഞാനതൊന്നും കാര്യമാക്കിയില്ല. കള്ളം, കള്ളം, എല്ലാം കള്ളം. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? ഞാൻ ആദ്യം തന്നെ പറയാൻ ട്രൈ ചെയ്തത് അരവിന്ദ്. എന്തിനു പറയണം? ഈ എലിയോടും മൊയലിനോടൊന്നും കാരണം ബോധിപ്പിക്കണ്ടല്ലോ. ഞാൻ 2ാമത്തെ ദിവസം തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. എന്നാ നീയോ? നീ തന്നെയല്ലേ പ്രേമം അതീതെന്നെല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തത്. ഓ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീ എങ്ങനെ ഈ ഗവേഷണത്തിന് സമ്മതിക്കില്ല എന്ന് പേടിച്ചാണ് എങ്ങനെയാ പറയണ്ടേന്ന് ആലോചിക്കുകയായിരുന്നു അരവിന്ദ്. കൈയൊന്നും തന്നാൽ ഉടനെ ലവ് ആണെന്ന് കരുതിയ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ മിണ്ടരുത്. എന്റെ പുറകെ നടന്നിട്ട് നിന്റെ കാര്യങ്ങൾ നേടാനായി നീ എന്തും ചെയ്യും. അതെനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട അരവിന്ദ്, നീ പറയുന്നതിൽ വേറെ അർത്ഥമാ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലാക്കി തരാടി. പെണ്ണുങ്ങളുടെ കൂടെ ഇടപഴകാത്തത് നിന്റെ തെറ്റാണ്. ജനിച്ചപ്പം മുതൽ ആന, സിംഹം, ഒട്ടകമൊന്നും മൃഗങ്ങളുടെ കൂടെ ഇടപഴകിയ നിനക്ക് ഒരു പെണ്ണ് ചിരിച്ച് സംസാരിച്ചാലേ അത് പ്രേമാണെന്നേ തോന്നത്തുള്ളൂ. അതെ, ഇത് സ്നേഹമാണെന്ന് കരുതി. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. മൃഗങ്ങളുടെ കൂടെയായിരുന്നു ഞാൻ. എങ്കിലും ഒരു മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹിച്ചു പോയി. എന്തൊക്കെയോ ആശിച്ചു പോയി. നീ ചെയ്തതൊന്നും തെറ്റല്ല. ഞാൻ സ്നേഹിച്ചു പോയതാണ് തെറ്റ് അല്ലേ? അതെ, ലവ് അല്ലാതെ മറ്റെന്തറിയാം നിനക്ക്? കൊണ്ടുപോയി ചവിട്ടുകൂട്ടിയിൽ ഇടുന്നുണ്ട് ലവ്. അരവിന്ദ്, എന്നെ വിടാൻ ഉദ്ദേശമില്ലേ? വിടാൻ കഴിയില്ല. എന്തായത്? അവനൊരു പാവല്ലേ? രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം വസന്ത പിടിച്ച കോഴിയെ പോലെയാ. എന്റെ കൂടെ ഒരു 1 അവർ വരാൻ കഴിയുമോ? അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഞങ്ങളുടെ അരവിന്ദൻ എന്താ ഒരു കുറവ്? ഒന്ന് മിണ്ടാതിരിക്കെ. പ്ലീസ്, 1 മണിക്കൂറത്തേക്ക് എന്റെ കൂടെ വന്നേ മതിയാവൂ. എടാ, നീ പോയിട്ട് വാ. നിങ്ങൾ അങ്ങോട്ട് നടന്നോ, ഞാൻ ഇവനെ പറഞ്ഞു വിടാം.
എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? വരൂ, ഞാൻ പറയാം. ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പിന്നിൽ ചില കഥകളുണ്ട്. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ആരുമല്ല ഈ ലോകത്ത്. അതായത് 1000 വർഷങ്ങൾക്ക് മുൻപ് ധീരതയും സംസ്കാരവും നമ്മുടെ ഈ ലോകത്തിന് പകർന്നു തന്നില്ലേ, അവരൊക്കെയാണ് യഥാർത്ഥ മനുഷ്യർ. ഇതൊരു മ്യൂസിയം അല്ല, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ സമാധിയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡേൺ സയൻസിന്റെ ചരിത്രം 500 വർഷം അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയോ? സ്പേസ് റിസർച്ചിലെ ഇക്കാലത്തെ സയന്റിസ്റ്റുകൾ 9 ഗ്രഹം, അതിന്റെ പേരുകളൊക്കെ ടെലിസ്കോപ്പ് വെച്ചാ പറയുന്നത്. എന്നാൽ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നവഗ്രഹങ്ങളെ വെച്ച് വഴിപാട് ചെയ്തില്ലേ? എങ്ങനെയാണ്? ഭൂമിയുടെ ഭാരം എത്രയാണെന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആര്യഭട്ട എങ്ങനെയാ പറഞ്ഞത്? നാളെ മഴ വരുന്നു പറയുന്നു, പക്ഷെ വെയിലാ വരുന്നത്. വെയിലുണ്ടാവുന്ന പറയുമ്പോ മഴയാ പെയ്യുന്നത്. ഇതാണ് മോഡേൺ സയൻസ്. എന്നാൽ 20 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അമാവാസിയും പൗർണമിയെയും കുറിച്ച് ഉമ്മറത്തിരുന്ന് പഞ്ചാംഗം നോക്കി ഗണിച്ച് പറയാറില്ലേ? അതെങ്ങനെയാണ്? അത് തന്നെയാണ് നമ്മുടെ സയൻസ്. ഈ പുസ്തകം ഒന്ന് നോക്ക്. ഈ പുസ്തകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. എന്നാൽ നീയും ഈ പുസ്തകവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇത് എഴുതിയത് ആരാന്ന് നിനക്കറിയാമോ? ഗ്രേറ്റ് മാസ്റ്റർ ബോധിധർമ്മൻ. ഒരു തമിഴ്നാട്ടുകാരൻ. അദ്ദേഹത്തിന് മറ്റൊരു ബുദ്ധൻ എന്നാണ് ഓഷോ പറയുന്നത്. ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഇനിയൊരു സ്ഥലത്തേക്ക് പോകാം. എന്താ മോളെ, കരയാതെ നടക്കങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്ക്. എല്ലാവർക്കും ക്യാൻസർ ആണ്. 7ഉം 8ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ക്യാൻസർ. ഇവരെന്ത് തെറ്റാ ചെയ്തത്? സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ പാൻപരാക്ക് തിന്നോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറുപ്പത്തിലെ ഈ രോഗം വന്നത്? ഇവര് മാനസിക രോഗമുള്ള കുട്ടികളാ. മറ്റുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോ ഇവര് മാത്രം ജീവന് വേണ്ടി പോരാടുകയാണ്. അതിനെന്തായിരിക്കും കാരണം? ജനറ്റിക് ഡിസോർഡർ, പരമ്പരാഗത പോരായ്മകൾ. ഒരു മനുഷ്യന്റെ DNA ആണ് അയാളുടെ രോഗം, കഴിവ് രണ്ടിനെ കുറിച്ചും നിർണ്ണയിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ആ DNA ഉണ്ട്. മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. പാരമ്പര്യ രോഗം, പാരമ്പര്യ ബുദ്ധി രണ്ടും DNA മൂലമാണ് നമുക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക്, മുട്ടുവേദന, പ്രമേഹ രോഗം, ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വന്ന അസുഖമെല്ലാം ഇതിനെല്ലാം കാരണം പാരമ്പര്യ DNAയിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വരുന്ന അസുഖങ്ങളും കുറവുകളും DNAയിൽ തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ റിസർച്ച്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ DNA റിസർച്ചിലൂടെ നമുക്ക് നമ്മുടെ പാരമ്പര്യ കഴിവുകളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു ചിത്രകാരന്റെ, ഒരു പോരാളിയുടെ പാരമ്പര്യ DNAയിൽ പോലും ആ കഴിവുകളെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ ഒന്ന് നമ്മൾ പ്രചോദനം ചെയ്തു കഴിഞ്ഞാൽ ആ കഴിവുകളെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെക്കുറിച്ചെല്ലാമാണ് ബോധിധർമ്മൻ 1600 വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. DNA റിസർച്ചിനെ പറ്റി 1600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഈ പുസ്തകത്തിലുണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഒരു സന്യാസിമാരായിട്ട് കാണാതെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് കാണണം. ഇക്കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ബോധിധർമ്മനെ മറവ് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു. ഇത് കണ്ടോ? അദ്ദേഹത്തിനെ മറവ് ചെയ്ത സ്ഥലത്ത് നിന്നും പല്ലും തലമുടിയും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ബോധിധർമ്മന്റെ DNA കിട്ടിയത്. ഇത് ഞാൻ ഇന്റർനെറ്റിലാണ് കണ്ടത്.